أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي يحياها لمحيي الموتى إنه على كل شيء قدير صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ മനുഷ്യന് ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത, ദിനേന ഓരോ സെക്കൻഡിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടും എന്നതും അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്നതാണ് വിശ്വാസത്തിന്റെ ആകത്തുക. ഒരു വിശ്വാസി ജനിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ്. അങ്ങനെ നന്ദി കാണിക്കുന്ന, നന്ദികേട് കാണിക്കാതിരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തെ, മനുഷ്യവർഗത്തെ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നതിന്റെ മുമ്പ് ഭൂമി മനുഷ്യന് വേണ്ടി അല്ലാഹു എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി സംവിധാനിച്ചു വെച്ചിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ ഖലഖക്കും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചതാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ, ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നു. വസലക്കലക്കും ഫിഹാ സുബുലൻ, വിവിധങ്ങളായ മാർഗങ്ങൾ, പാതകൾ നിങ്ങൾക്ക് അവൻ അതിൽ ഒരുക്കി തന്നു. വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിച്ചു തരികയും ചെയ്തു. വജഅല ഫിഹാ റവാസിയ മിൻ ഫൗഖിഹാ, ആ ഭൂമിയുടെ മുകൾ ഭാഗത്ത് അവൻ പർവ്വതങ്ങളെ നാട്ടി. വബാറക ഫിഹാ, ആ ഭൂമിയെ സകല വിഭവങ്ങളാലും അല്ലാഹു അനുഗ്രഹിച്ചു. വഖദ്ദറ ഫിഹാ അഖ്വാതഹാ ഫി അർബഅത്തി അയ്യാം, 4 ഘട്ടങ്ങളായി ഭൂമിയിലെ സകല സംവിധാനങ്ങളെയും റിസ്ഖുകളെയും അല്ലാഹു സംവിധാനിച്ചു. ഖുർആനിന്റെ വെളിപ്പെടുത്തലുകളാണ്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഭൂമിയിൽ ചെയ്തു വെച്ചതിന് ശേഷമാണ് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുകയും മലക്കുകളോട് അതിന്റെ പ്രാരംഭ നടപടിയിൽ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഈ സജ്ജീകരിച്ച, ഒരുക്കി വെച്ച ഈ സുന്ദരമായ ഈ ഒരു ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ മനുഷ്യരെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയുകയും ചെയ്ത സന്ദർഭം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വന്ന മനുഷ്യനെ അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഇഅ്മാറുൽ അർളാണ്, ഭൂമിയെ നാഗരികവൽക്കരിക്കുക, അല്ലാഹു സജ്ജീകരിച്ച സംവിധാനങ്ങളെ അതിന്റെ ചേരുവകളോടെ നിലനിർത്തുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ കൂടുതൽ ഫലഭൂഷ്ടമാക്കുക എന്നതാണ് മനുഷ്യനെ ഖിലാഫത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർള്, ഭൂമിയുടെ അനന്തരാവകാശികളായി ഖിലാഫത്ത് നൽകിക്കൊണ്ട് മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് മനുഷ്യനെന്നർത്ഥം. കേവലാർത്ഥത്തിലുള്ള ഒരു സൃഷ്ടിയല്ല. വനാന്തരങ്ങളിൽ കാണുന്ന ജീവജാലങ്ങളെപ്പോലെ, കരയിലും കടലിലും കാണുന്ന ചെറുതും വലുതുമായ ജീവജാലങ്ങളെപ്പോലെ ഒരു ജീവിവർഗമായി സൃഷ്ടിച്ചുവിട്ടതല്ല മനുഷ്യന്. അള്ളാഹുവിന്റെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി വന്നവരാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടിയാണ് മനുഷ്യന് കൊടുത്തത്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി
ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന ഒരു അനുഗ്രഹമാണ് മഴ, അല്ലെങ്കിൽ വെള്ളം, മാ എന്ന രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഒരുപാട് പദപ്രയോഗങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന വെള്ളം അല്ലെങ്കിൽ മഴ. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ഫുസ്സിലെ 31-ാമത്തെ ആയത്ത്, മിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അന്നക തറൽ അർള ഖാശിയതൻ, ഭൂമിയെ വരണ്ടുണങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വഇദാ അൻസൽനാ അലൈഹൽ മാ, ആ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് ജലം വന്ന് വീണാൽ ഇഹ്തസ്സത് വറബത്, അത് ഫലപുഷ്ടമാവുകയും സജീവമാവുകയും ചെയ്യുന്നു. ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗത. എന്നിട്ട് അല്ലാഹ് പറയാണ്, അങ്ങനെ നിർജീവമായതിനെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ പുനരുദ്ധാരണ നാളിൽ നിങ്ങളെയും ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. മഴ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം, അതിന്റെ ഗൗരവം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം, ഒരു വർഷം, അല്ലെങ്കിൽ ഒരു ഏതാനും സമയം അത് കിട്ടാതിരുന്നാൽ എന്തായിരിക്കും ഈ ഗോളത്തിന്റെ ജീവിത അവസ്ഥകൾ എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഏറെക്കുറെ അത് മനസ്സിലാകും. ജീവന്റെ ഉത്ഭവം തന്നെ വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെയാണ് ഭൂമിയെ സജീവമാക്കുന്നതും ജീവജാലങ്ങൾ മുളച്ചു പൊന്നുന്നതും ജീവൻ നിലനിൽക്കുന്നതും. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിരാശയ്ക്ക് ശേഷം മഴ കിട്ടാതെ നിൽക്കുന്ന ഒരു സന്ദർഭം, വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് ശേഷം ഭൂമിയിൽ സജീവമായ മഴയിറക്കുന്നവനാണ്. വയൻഷുറു റഹ്മത്തുഹു, അതുവഴി അവന്റെ അനുഗ്രഹങ്ങളെ അവൻ ഇവിടെ ഭൂമിയിലേക്ക് വിതറുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, അതിന്റെ രക്ഷാധികാരവും സ്തുത്യാർഹവും സ്തുതിയുമൊക്കെ അർഹതപ്പെട്ടവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യനെന്ന് മാത്രമല്ല, ജീവജാലങ്ങളുടെ മുഴുവൻ ഉപജീവനത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ് യഥാർത്ഥത്തിൽ മഴ എന്ന് പറയുന്നത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ, മുബാറക്കായ, ആദരണീയമാക്കപ്പെട്ട, പരിശുദ്ധമാക്കപ്പെട്ട വെള്ളം, മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് വർഷിക്കുന്നു. വഅഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, തോട്ടങ്ങൾ, ഇടതൂർന്ന തോട്ടങ്ങൾ, അതുപോലെ തന്നെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ, ഇതൊക്കെ ആ മഴയിലൂടെ, ആകാശത്തിൽ നിന്ന് അല്ലാഹു ഇറക്കുന്ന വെള്ളത്തിലൂടെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, അസ്വാബനാ വനഹനു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതറൻ, ഒരു മഴ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഖാല ഫസഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബുഹു ഹത്താ അസാബഹു മിനൽ മതരി, മഴ കിട്ടി ദേഹത്ത് കൊള്ളുന്ന രീതിയിലേക്ക് റസൂല് വസ്ത്രം അങ്ങ് മാറ്റിക്കൊടുത്തു, അകത്തിക്കൊടുത്തു, കാലിലും കൈകളിലൊക്കെ മഴ കൊള്ളാൻ വേണ്ടി. ഫഖുൽനാ യാ റസൂലല്ലാഹ് ലിമ സനഅത ഹാദാ, റസൂലെ എന്തിനങ്ങനെ മഴ കൊള്ളുന്നത്? അതിൽ വല്ല നന്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ കൊള്ളേണ്ടത് സുന്നത്താണോ എന്ന് അറിയണല്ലോ. അങ്ങനെ ചോദിച്ചു സഹാബത്ത്, എന്തിനാണ് റസൂലെ ഇങ്ങനെ ഇപ്രകാരം താങ്കൾ ചെയ്യുന്നത്? ഖാല ലിഅന്നഹു ഹദീസു അഹദിൽ ബിറബ്ബിഹി തആല, തന്റെ രക്ഷിതാവിൽ നിന്ന് നേരെ വരുന്ന ഒരു സംവിധാനമാണിത്. അതിന്റെ ആ മുബാറക്ക്, മാഅൻ മുബാറക്കൻ, ആ പരിശുദ്ധമായ ജലം എന്റെ ശരീരത്തിൽ എത്തട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ എന്റെ വസ്ത്രത്തെ മാറ്റിക്കൊടുത്തുകൊണ്ട് മഴ കൊള്ളുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ വലിയ കാരുണ്യമായിട്ടാണ് മഴയെ വിശേഷിപ്പിക്കുന്നത്. വഹുവല്ലദീ യുർസിലു റിയാഅ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അവന്റെ അനുഗ്രഹത്തിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ ഇറക്കുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു പരിശുദ്ധമായ ശുദ്ധമായ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഈ വെള്ളം എന്ന് പറയുന്ന ഈ സാധനം മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമാണ്. ജീവൻ മാത്രമല്ല, ഇനി അതിന് മാത്രമുള്ള വെള്ളമേ ഭൂമിയിലുള്ളൂ എങ്കിൽ പോലും മനുഷ്യവംശത്തിന് നിലനിൽക്കാൻ, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്തവണ്ണം ജീവന്റെ മൗലിക ഘടകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയെന്ന് പറയുന്ന ഒരു വസ്തുവാണ്, അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി. മിൻഹു ശറാബുൻ, അതില് നിങ്ങൾക്ക് വേണ്ട പാനീയമുണ്ട്, കുടിക്കാൻ പറ്റുന്നതാണ്. വമിന്നു ഷജറുൻ ഫീഹി തുസീമൂൻ, അതുപോലെ തന്നെ മുളപ്പിക്കുന്ന വൃക്ഷങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നു. യുംബിതു ലക്കും ഫീഹി സർഅ വസ്സൈതൂന വന്നഖീല വൽഅനാബ്, മുന്തിരി, ഈത്തപ്പഴം, സൈത്തൂൻ, അതുപോലെ തന്നെ കൃഷി ഒക്കെ നിങ്ങൾക്ക് ആ മഴയിലൂടെയാണ്
വെള്ളത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുന്നത്. വമിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലവൃക്ഷങ്ങളും. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കാൻ, ഒന്ന് ചിന്തിക്കണം മനുഷ്യന്മാരെ, ഇതിലൊക്കെ അള്ളാഹുവിന്റെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയുന്നത്, ഖുർആൻ പറയുന്നത് വെള്ളത്തെ ആശ്രയിച്ചിട്ടാണ്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ? അന്നാ സബബിനിൽ മാഅ സബ്ബാ, നാം അങ്ങനെ വെള്ളം കുത്തിച്ചൊരിഞ്ഞു കൊടുത്തത് കൊണ്ട് അവന് കിട്ടിയതാണത്. സുമ്മ ശഖഖനൽ അർള ശഖ, പിന്നെ ഭൂമിയെ നാം അങ്ങ് പിളർത്തി. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കൊടിയ വേനലിന് ശേഷം ഒരു പുതുമഴ പെയ്താൽ പിറ്റേന്ന് പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് വരണ്ടുണങ്ങി, ഒന്ന് കുഴിച്ചാൽ പോലും കുഴിയാത്ത വണ്ണം പരുപരുത്ത ഈ പ്രതലത്തില് ചെറിയ ചെറിയ വിത്തുകൾ ഇങ്ങനെ മുളച്ചു പൊന്തിയിട്ടുണ്ടാകും. നമ്മളെ വിരലുകൊണ്ടോ ചെറിയ ആയുധങ്ങൾ കൊണ്ടോ ഒന്ന് തോണ്ടി നോക്കിയാലോ മാന്തി നോക്കിയാലോ കിട്ടാത്ത വണ്ണം ഉറച്ച ആ ഭൂമി ഒരു ചെറുവിരൽ കൊണ്ടൊന്ന് ഞെരടിയാൽ പൊട്ടിപ്പോകുന്ന ആ ചെടി, ആ വിത്ത് മുളച്ചു പൊന്തി ഭൂമിന്റെ മേലങ്ങനെ നിൽക്കുന്നുണ്ടാകും. 1-2 ദിവസം കഴിഞ്ഞാൽ സുമ്മ ശഖഖനൽ അർള ശഖ, ഭൂമിയെ നാം അങ്ങ് പിളർത്തി കൊടുത്തു. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, തുടരുകയാണ്. വിത്തുകളെ നാം അതിൽ മുളപ്പിച്ചു. ആ ആയത്ത് പിന്നെയും തുടർന്നു പോവാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ അള്ളാഹുവിന്റെ ഈ മഹത്തായ അനുഗ്രഹത്തെ മനസ്സിലാക്കണമെന്നാ ഖുർആൻ പറയും. മാത്രമല്ല അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിശ്വാസികൾ നന്ദി കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ഖുർആൻ ആവശ്യപ്പെടുന്നത് ഈ വെള്ളത്തിലേക്ക് നോക്കാൻ. അഫ്റഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഒരല്പസമയം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദാഹിച്ചു വരണ്ട്, തൊണ്ട വരണ്ട്, എന്തൊരവസ്ഥയിലാ മനുഷ്യനെത്തുക. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘങ്ങളിൽ നിന്ന് അത് വർഷിക്കുന്നത് നിങ്ങളാണോ അല്ല അത് നമ്മളാണോ? നിങ്ങൾക്ക് വല്ല കഴിവുണ്ടോ? കൃത്രിമ മഴയൊക്കെ പെയ്യിക്കാന്നൊക്കെ തോന്നല, അതൊക്കെ പലപ്പോഴും പാഴ്വേലയാണ്. ഒരു ചെറിയ ശതമാനം, ഒരു 5 മിനിറ്റ് പെയ്യുന്ന മഴ കൃത്രിമ മഴയിലൂടെ പെയ്യിക്കണമെങ്കിൽ എത്ര ദിവസം മെനക്കെടണം? അതാ ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങളാണോ അത് ഇറക്കിയത് അല്ല നാമാണോ? പരിശുദ്ധ ഖുർആന്റെ ചോദ്യം, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വർഷിക്കുന്ന മഴയെ ഉപ്പുരസമാക്കുമായിരുന്നു. കടലിൽ മുഴുവൻ ഉപ്പാണ്, കടലിലെ വെള്ളം മുഴുവൻ ഉപ്പാണ്. പക്ഷെ ഈ വരുന്ന വെള്ളം ശുദ്ധജലമാണ്. ഉപ്പുരസം അതിലുണ്ടെങ്കിൽ എന്താ ചെയ്യാ? കൃഷി നടക്കൂല, കുടിക്കാൻ കഴിയില്ല, ജീവജാലങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫലൗലാ തഷ്കുറൂൻ, ഒന്ന് ആലോചിച്ചിട്ട് നന്ദി കാണിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്മാരെ? അള്ളാഹുവിന്റെ ചോദ്യം അതാണ്. പല രീതിയിലാണ് ഖുർആൻ മഴയെ വിശേഷിപ്പിക്കുന്നത്. എന്തുമാത്രം പദങ്ങളാണെന്നറിയോ മഴയുമായി ബന്ധപ്പെട്ട്? അതിൽ മത്തറ് എന്നതാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നത്. പക്ഷെ മത്തറ് അനുഗ്രഹത്തിന്റെ മഴയെ വിശേഷിപ്പിക്കാനല്ല, ശിക്ഷയായി കിടങ്ങുന്ന മഴയാണ്. പരിശുദ്ധ ഖുർആൻ 15 തവണ ഈ മത്തറ് എന്ന് പറഞ്ഞ് പ്രയോഗിച്ചു. അംതർനാലയും മത്തറൻ, അവരെ മേലതിഘോരമായ മഴയെ നാം വർഷിപ്പിച്ചു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളുടെ ശിക്ഷ, അവരുടെ പരിണിതി എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മറ്റൊന്ന് വൈസാണ്. വൈസ് എന്ന് പറയുന്നത് 4 തവണയാണ് ഖുർആൻ പ്രയോഗിച്ചത്. അത് അനുഗ്രഹങ്ങളുടെ മഴയായിട്ടാണ്. ഹുവല്ലദീ യുനസ്സിലുൽ വൈസ മിൻ ബഅദി മാ ഖനതു, ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചു. നിരാശയ്ക്ക് ശേഷം അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കുന്ന അവനാണ്. വയൻഷുറു റഹ്മത്തു, അവന്റെ അനുഗ്രഹങ്ങൾ വിതറുന്നതും അവനാണ്. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മഴക്കാണ് വൈസ് എന്ന് പറയാം. മറ്റു ചില സ്ഥലങ്ങളിൽ 3 തവണ ഖുർആൻ വാബിൽ എന്ന് പ്രയോഗിച്ചു, ശക്തമായ മഴ. വമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ, അവരുടെ ഉദാഹരണം, ഒരു വിഭാഗത്തിന്റെ ഉദാഹരണം കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, മണ്ണ് മൂടിയ ഒരു പാറപ്പുറം പോലെയാണ്. ഫഅസാബുഹു വാബിലുൻ, കോരിച്ചൊരിയുന്ന മഴ അതിന്റെ മേലെ വീണു. ഫതറകഹു സ്വൽദ, മൊട്ടക്കുന്നായിട്ട് അതിനെ മാറ്റി, ആ മണ്ണൊക്കെ ഒലിച്ചുപോയി. വാബിൽ എന്ന് ഖുർആൻ 3 തവണ പ്രയോഗിച്ചു. 2 തവണ ഒതുക്കി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മേഘത്തിനിടയിലൂടെ ഇറങ്ങി വരുന്ന മഴമേഘങ്ങൾ, മഴത്തുള്ളികൾ. ഫതറൽ വദുക യഖ്റുജു മിൻ ഖിലാലി, ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് അവൻ മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? 1 തവണ ഖുർആൻ തൊല്ല്, നേർത്ത മഴ. വഇല്ലം യുസ്ബുഹാ വാബിലുൻ ഫതല്ലുൻ, ശക്തമായ മഴ കിട്ടിയാൽ മഴ കിട്ടണമെന്നില്ല, വാബില് കിട്ടിയാൽ മതി. ചെറിയ ചാറൽ മഴകൾ കിട്ടിയാലും അള്ളാഹുവിന്റെ ഭൂമി പുളകിതമാകുമെന്ന് ഖുർആൻ പ്രയോഗിച്ചു. അതുപോലെ അനുഗ്രഹത്തിന്റെ മഴ, സമൃദ്ധമായിട്ട് കിട്ടുന്ന മഴയെ ഖുർആൻ പ്രയോഗിച്ചത് 3 തവണ മിദ്റാർ എന്നാണ്. അലൈക്കും മിദ്റാറ, നൂഹ് നബി അലൈഹി സ്വലാം സമൂഹത്തോട്
അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, യുർസിലു സമാ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴയെ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നു. മാഅൻ സജ്ജാജ്, കുത്തിയൊഴുകുന്ന മഴ. അതൊരു തവണയാണ് ഖുർആൻ പ്രയോഗിച്ചത്. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന മഴയെ അവൻ വർഷിപ്പിച്ചു. പിന്നീട് 60 തവണ ഖുർആൻ പ്രയോഗിച്ചത് മാഅൻ മിനസ് സമാ, ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴയെ വർഷിപ്പിച്ചു എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് മാഅൻ മിനസ് സമാ 60 തവണ പരിശുദ്ധ ഖുർആൻ മഴയെ വിശേഷിപ്പിച്ചു. ഇങ്ങനെ നൂറുകണക്കിന് ശൈലികൾ പ്രയോഗിച്ചുകൊണ്ട് ഒരുപാട് പദപ്രയോഗങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ ഈ അനുഗ്രഹത്തെയും അതേ സാധനത്തെ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു ശിക്ഷയാക്കി ഇറക്കിയതിനെയും വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൊത്തത്തിൽ ഖുർആൻ പഠിപ്പിച്ചത്. മഴയെ മൊത്തമെടുത്ത് പരിശോധിച്ചാൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നിലനിൽപ്പിന്റെ ആധാരം അതാണ്. നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട്, ആ ദാതാവിനോട് നന്ദി കാണിക്കണം. അഫലാ തശ്കുറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ നിർത്തുന്ന കുറെ പദങ്ങളുണ്ട്. അതായത് അള്ളാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിലൂടെ അതിന്റെ സൃഷ്ടികർത്താവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യനാകണം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, നിങ്ങൾക്ക് അവൻ ഭൂമിയെ വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു എടുപ്പാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. അതിനുള്ള നന്ദി കാണിക്കണം. അൻതും തഅലമൂന, ആയത്തിന്റെ അവസാനം അങ്ങനെയാണ്. നിങ്ങൾ ഇതൊക്കെ അറിയുന്നില്ലേ, നന്ദി കാണിക്കുന്നില്ലേ? 2ാമത്തത്, മരണാനന്തര ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മുമ്പിലും സത്യനിഷേധികളുടെ മുമ്പിലും അവതരിപ്പിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. വല്ലാഹു അല്ലദീ അർസല റിയാഹ, കാറ്റിനയക്കുന്നത് അവനാണ്. ഫതുസീറു സഹാബൻ, അങ്ങനെ കാർമേഘങ്ങൾ ഇങ്ങനെ ചലിക്കുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ ഒരു ഭൂമിയിൽ അത് പെയ്യുന്നു. നിർജീവമായ ആ ഭൂമി ഈ മഴ വർഷിക്കുന്നതിലൂടെ ജീവൻ വെക്കുന്നു. കദാലിക്കൻ നുശൂർ, അങ്ങനെ തന്നെയാണ് കേട്ടോ പുനർജന്മവും. ഇന്നലെ വരെ ഇല്ലാത്ത ഒന്ന് ഭൂമിക്കടിയിൽ അങ്ങനെ കബറുകളിൽ കിടന്നിരുന്ന, അതാണല്ലോ വിത്തുകൾ. വേനൽക്കാലത്ത് കബറുകളിൽ കിടന്നിരുന്ന വിത്തുകൾ ആ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴാണ് അത് വിത്തുകളായി മുളച്ചു പൊന്നുന്നത്. അത് മഴയിലൂടെ അള്ളാഹു കാണിച്ചു തരികയാണ്. കദാലിക്കൻ നുശൂർ, അങ്ങനെ തന്നെയാണ് പുനരുദ്ധാരണം എന്ന് അള്ളാഹു പറഞ്ഞു വെക്കാം. അതുകൊണ്ട് ആ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, കടുത്ത പരീക്ഷണമായിട്ട് മഴയെ അവതരിപ്പിച്ച സംഗതികളുണ്ട്. ഇപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും അതാണ്. ഒരു 4 ദിവസം നിരന്തരമായി മഴ പെയ്താൽ നമ്മുടെ നാട് വെള്ളത്തിൽ മുങ്ങാണ്. ജനങ്ങളാകെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനേക്കാളൊക്കെ മഴ പെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒറ്റ കാരണേ ഉള്ളൂ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ഫലമായി അവര് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കുകയാണ്. കടലിലും കരയിലും ഫസാദ് പ്രകടമായിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്തതിന്റെ ഫലമായി. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, നിങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറച്ച് അവരെ തന്നെ അനുഭവിപ്പിക്കണ്ടേ? അതിനു വേണ്ടിയാണ് ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് അള്ളാഹ് അവിടെ പറഞ്ഞു വെക്കുകയാണ്, നന്നായാലോ മടങ്ങിയാലോ, ഇതൊന്ന് പൊളിക്കാതിരുന്നാലോ, വെട്ടിപ്പൊളിക്കാതിരുന്നാലോ, ഇടിച്ചു നിരത്താതിരുന്നാലോ, അതിനുള്ള പരീക്ഷണമായി, ശിക്ഷയായി, ഗുണപാഠമായി മഴയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കും എന്നത് അള്ളാഹുവിന്റെ തന്നെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമത്തിന്റെ ഭാഗമായി ആലോചിച്ച് നോക്ക്. സകല പർവ്വതങ്ങളെയും ഇടിച്ചു നിരത്തി, സകല കുണ്ടും കുഴിയും തൂർത്ത്, വീടുകൾക്ക് മുഴുവൻ വലിയ വൻകോട്ടകൾ, മതിലുകൾ പണിത്, ഈ ജലമൊക്കെ എവിടെ പോകാനാ? എങ്ങോട്ടാ പോകേണ്ടത്? ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്ന കുളങ്ങളും അരുവികളും തോടുകളും പുഴകളും ഒക്കെ മലിനമാക്കുകയോ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തു. വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി. മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയെ ആക്രമിക്കാനല്ലല്ലോ ഇങ്ങോട്ട് അയച്ചത്, ഭൂമിയെ നശിപ്പിക്കാനല്ല. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, നശിപ്പിക്കാനല്ല പറഞ്ഞത്. അതിനെ നന്നാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അതിനെ ഫസാദാക്കരുത്. പർവ്വതങ്ങൾ, വലിയ വലിയ മലകളെ ഇടിച്ചു നിരത്തി, റിസോർട്ടുകൾ പണിത്, വഅൽകാ ഫിൽ അർളി റവാസിയ തമീദ ബിക്കും, ഒക്കെ വെറുതെ വെച്ചതല്ല, നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ ആണികളാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ വെച്ചത്. ഒരു സാധനത്തിന്റെ ആണി ഊരി എങ്ങനെ ഉണ്ടാവും? നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ 4 ഭാഗത്തുള്ള ആണി ഊരിയാൽ കട്ടിലെന്താ അവിടെ കിടക്കാത്ത ചോദിക്കുന്ന അർത്ഥമില്ലല്ലോ. അത് താഴും വീടും. അതന്നെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത് തന്നെയാണ്. മനുഷ്യന്റെ കയ്യേറ്റങ്ങൾ, അതിക്രമങ്ങൾ,
അവന്റെ പൊങ്ങച്ചം അഹങ്കാരം തനിക്ക് മാത്രം ജീവിച്ചാൽ മതി. തൊട്ടടുത്ത മക്കളെ കുറിച്ച് പോലും ചിന്ത പോലില്ല, അവരെങ്ങനെ ജീവിക്കുന്ന പോലും ചിന്തിക്കില്ല. ഞാൻ ഈ അനാനീയത്തെ അസബിയത്ത് മനുഷ്യനങ്ങ് പിടിച്ചു കുലുക്കിയിരിക്കുന്നു. അതിന്റെ ഫലം അമിലു, അവർ ചെയ്തതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം എന്ന അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞാനിതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഖിലാഫത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നശിപ്പിക്കലല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൻഖാമത്തി സ്വാത്ത്, അന്ത്യദിനം വരാൻ. ഒബിയദി അഹദികും ഫസീലത്തുൻ, നിങ്ങളിൽ ഒരാളെ കയ്യിൽ ഒരു വൃക്ഷമുണ്ട്, ഒരു ചെടിയുണ്ടെങ്കിൽ അത് നടാനുള്ള സന്ദർഭം അന്ത്യനാളിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളത് ചെയ്യണം. ചോദിച്ചൂടെ, ഇനിയിപ്പോ എന്തിനാ നടുന്നത്? ആരാവടല്ലേ, ഭൂമി നശിക്കല്ലേ, ഭൂഗോളം മുഴുവൻ കത്തിച്ചാമ്പലാവല്ലേ, അന്ത്യദിനമല്ലേ, ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം ചോദിക്കാനല്ല പറഞ്ഞത്. അത് ഫല്യഗരിസുഹ, അത് നടണം. അതൊരു ചുമതലയാണ്, അതൊരു സ്കൾച്ചറാണ്, സ്വഭാവമാണ്, വിശ്വാസിയുടെ ഒരു ചര്യയാണ്. നമ്മളോ ഉള്ളത് മുഴുവൻ വെട്ടി നശിപ്പിച്ച് ഒരു വീട് വെക്കാനാണെങ്കിൽ ചുറ്റുഭാഗത്തുള്ളത് മുഴുവൻ വിട്ടു. വീടിന് ഉള്ളത് മാത്രമല്ല, ചുറ്റുഭാഗത്ത് അതൊക്കെ നിങ്ങൾ നോക്ക്. 40, 50, 60 കൊല്ലമായി കാരണവന്മാര് നട്ടു വളർത്തിയ പ്ലാവും മാവും തെങ്ങും കവുങ്ങും സകല സാധനങ്ങളും ഒരു വാശി തീർക്കുന്ന പോലെ അങ്ങ് വെട്ടി നശിപ്പിച്ച് ഒരു 10 സെന്റിൽ വലിയൊരു വീട് പണിതിട്ട് പിന്നെ നമ്മൾ വലിയൊരു മതിലും പണിയും, എന്നിട്ട് പിന്നെ പറച്ചിലൊക്കെ വെള്ളം കയറുകയാണ്. ഞാൻ അനിവാര്യമായി ചെയ്യുന്ന സംഗതികളെ കുറിച്ച് അല്ലേ പറയും. ഇത് ചെറിയ ഒരു വീട്ടിൽ നടക്കുന്നതാണെങ്കിൽ നാട്ടിലോ സകല സ്ഥലങ്ങളും മണ്ണിട്ട് മൂടി, കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി, പാറ കോറികൾ, മനുഷ്യന്റെ ഈ പ്രകൃതത്തിലെ എല്ലാ സ്വഭാവങ്ങളും നശിപ്പിച്ചിട്ട് പിന്നെ പരിധിപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? മാമിൻ മുസ്ലിമിൻ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിമുമില്ല അവനൊരു കൃഷി നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ടു, ഇൻസാനോ ബഹീമത്തിൻ, അതിൽ നിന്ന് മനുഷ്യര്, നാൽക്കാലികള്, പക്ഷികള്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം വിശുദ്ധമായ ഒരു ദീനുൽ ഇസ്ലാമിലാണ് നമ്മളുള്ളത്. ഞാനൊരു മരം നട്ടു, ഞാൻ ഇവിടുന്ന് പോയി, എന്റെ വാപ്പ നട്ട മരം, വല്യപ്പ നട്ട മരം, അത് ചക്ക പഴുക്കുമ്പോ, മാങ്ങാക്കാലമാകുമ്പോ വരുന്ന പക്ഷികള്, മൃഗങ്ങള്, മനുഷ്യര്, അങ്ങനെ എല്ലാ മനുഷ്യരുമില്ല കാനലഹൂബിഹി സ്വതക്ക, അതിനൊക്കെ അതൊരു സ്വതക്കയായി പരിഗണിക്കും. അതുകൊണ്ടാണ് യുദ്ധസന്നാഹം പോകുന്ന വഴികളിൽ പോലും ശുദ്ധജലം മലിനമാക്കരുത്, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിന്റെ പടയാത്രകൾ, പടയോട്ടങ്ങൾ വരെ നടന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഒന്നാമത്തത് നശിപ്പിക്കലല്ല, രണ്ടാമത്തത് വിശ്വാസിയുടേത് നിർമ്മിക്കലാണ്. എന്തൊക്കെ നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റുമോ നട്ടുണ്ടാക്കണം. അതൊരു അമല സ്വാലിയാത്തായിട്ട് നമ്മൾ പരിഗണിക്കണം. അത് വെറുതെ ഒരു ഡെക്കറേഷൻ വർക്കിന്റെ ഭാഗമല്ല, ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഭാഗമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടാൽ നമ്മുടെ കൈകൾ താനെ വരും. ഈ ഉപകാരപ്പെടുന്ന മരങ്ങള്, വൃക്ഷങ്ങള്, ഇനി പാഴ്വൃക്ഷങ്ങളാണെങ്കിൽ പോലും അത് മണ്ണൊലിപ്പിനെ തടയുന്ന നമ്മൾ 2ാം 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിച്ചതാണ്. അതിനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ട് നിർമ്മിക്കണം. ഖിലാഫത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം അതാണ്. ആദ്യത്തേത് നശിപ്പിക്കാതിരിക്കുക, സംരക്ഷിക്കുക. രണ്ടാമത്തേത് നിർമ്മിക്കുക. മൂന്നാമത്തേത് അങ്ങനെ ആരെങ്കിലും നശിപ്പിക്കലിന് വേണ്ടി വന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഘടനാ തലത്തിലോ വ്യക്തിതലത്തിലോ കുടുംബതലത്തിലോ സമൂഹതലത്തിലോ അതിനെതിരെ നിലകൊള്ളലും ഈമാനിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു ഭൂമിയാണ് അള്ളാഹ് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനുവേണ്ടി നിലകൊള്ളണമെന്നാണ് നമ്മോട് അവൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ചെയ്യാതെ ഈ അനുഗ്രഹം, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വരുമ്പോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, ശപിക്കാനല്ല. 2 ദിവസം അടുപ്പിച്ച് മഴ ചെയ്താൽ നശിച്ച മഴ, പുറത്തിറങ്ങാൻ വയ്യ, പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. 1, 2, 3, 4 തവണയല്ല ഈ അനുഗ്രഹത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണാനും അഫലാ തഷ്കുറൂൻ, മഴ വരുമ്പോൾ അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിന്റെ എന്തൊരു അനുഗ്രഹമാണിത് എന്ന് പറയാനും നമുക്ക് കഴിയണം. വീടുകളിൽ മഴക്കുഴികളും അതുപോലെ തന്നെ കുളങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ അങ്ങനെ വയലിന്റെ അരികിലൊക്കെ ഉള്ള കുളങ്ങളൊക്കെ നമ്മൾ മൂടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യണം. നാട്ടുകാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യണം. ഏതെങ്കിലും ഒരു മലിനമായ കുളം കണ്ടാൽ നമുക്കൊക്കെ സംഘടനാ തലത്തിൽ ഒന്ന് വൃത്തിയാക്കാലോ, ഒന്ന്
മണ്ണ് മാറ്റി കൊടുക്കാം, ബാക്കി സർക്കാരിനെ തന്നെ കാത്തിരിക്കണ്ട. ആ രീതിയിലുള്ള വ്യക്തിപരമായ ബാധ്യത ഇസ്ലാമികമായി നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ മഹത്തായ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.